കവർച്ച നടത്തുന്ന സ്വഭാവമുള്ളവരുണ്ട്. അവരുടെ ഒരു പൈശാചിക ബന്ധനമാണ്. ആദ്യം ചെറിയ രീതിയിലുള്ള കളവായിരിക്കും, പിന്നെ അതിൻ്റെ സുഖം. അത് കട്ടെടുത്തുകൊണ്ടുപോയി അപ്പൻ്റെ പേഴ്സിൽ നിന്ന് പൈസ കട്ടെടുത്തുകൊണ്ടുപോയി മുട്ടായി മേടിച്ചതിൻ്റെ സുഖം തലയിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അമ്മയുടെ മാല പൊട്ടിക്കും. അല്ലെങ്കിൽ ആദ്യം കട്ടെടുക്കും, പിന്നെ അത് പൊട്ടിക്കും, പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കളവ് നടത്തും. പിന്നെ അപ്പം ഇങ്ങനെ നല്ല ഒരു കവർച്ചക്കാരനായിട്ട് മാറുന്ന തലത്തിലേക്ക് വരും. അങ്ങനെയുള്ള ചിലരാണീ വണ്ടി തട്ടിയെടുത്ത് കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് പൊളിച്ചു കൊടുക്കുന്ന സ്വഭാവം. ഇങ്ങനെ കവർച്ചയിലേക്ക് സാവധാനത്തിലാണ് പോകുന്നത്, ഒറ്റയടിക്കല്ല. പക്ഷേ ഇവരുടെ ബേസിക്കായിട്ട് ഇവരുടെ ഉപബോധ മനസ്സിൽ ഈ പിശാചി കയറി കൂടിയിട്ടുണ്ടായി കവർച്ച സ്വഭാവം. ഒരു കവർച്ച നടത്തി ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത കവർച്ച നടത്തും. കേസ് നടത്തണ്ടേ, കാശ് വേണ്ടേ? ഇങ്ങനെയാണ് ഇവരുടെ ചിന്ത. പക്ഷേ ഇവർ ചെയ്യുന്ന തെറ്റാണെന്നോ കുറ്റബോധമോ വിഷമമോ പ്രശ്നമോ ഒന്നുമില്ല. ഇതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുന്നതിനെക്കുറിച്ചൊരു അത് അതിൻ്റേതായ തരത്തിൽ അങ്ങോട്ട് പോകും. ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കലേ ഇല്ല ഇവർക്ക്. അതിങ്ങനെ സാധാരണ ബേസിക്കായുള്ളൊരു വ്യക്തിക്ക് കുറ്റബോധവും മനപ്രയാസവും ടെൻഷനും ഇതുമൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ അതില്ല. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. കവർച്ച നടത്തുന്നതിനും അതുപോലെ തന്നെ കളവ് നടത്തുന്നവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് ആധുനിക ലോകത്തിൽ കൂടി വരുന്നു. പുതിയ രീതിയിലുള്ള കവർച്ചയൊക്കെ പഠിച്ചെടുക്കുന്നു. കർത്താവേ, ഇതിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ. ഈ മാനസിക അവസ്ഥയിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. ഇങ്ങനെയുള്ള മക്കളെ സഹായിക്കുന്നതാണ്. ഫോൺ കൗൺസിലിങ്ങിന് വിളിക്കുക 9447465414. കർത്താവേ, ഇവരുടെ ഈ ബന്ധനത്തിൽ കർത്താവ് നിങ്ങൾക്ക് മോചനം നൽകട്ടെ, സുഖപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.